ഇന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്നൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് 7ാമത്തെ ദിവസമാണ്. ഈ 7ാമത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം കോഴിക്കുഞ്ഞ് ജനിച്ച് 7ാമത്തെ ദിവസമാണ് അതിൻ്റെ ഫസ്റ്റ് വാക്സിനേഷൻ നമ്മൾ കൊടുക്കുന്നത്. വാക്സിൻ എന്ന് പറഞ്ഞാൽ ലെസോട്ട വാക്സിനാണ് കേട്ടോ. ഈ വാക്സിൻ എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. കോഴികൾക്ക് വരുന്ന ഒരു മാരക വൈറസ് രോഗമാണ് കോഴിവസന്ത. അതിനെതിരെയുള്ള ആദ്യത്തെ പ്രതിരോധ കുത്തിവയ്പ്പാണ് ഇത്. ഈ രോഗം വന്നാൽ കൂട് മൊത്തം കാലിയായിട്ടേ ഇത് നിൽക്കും. ഇതെൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. ഈ വാക്സിൻ നമുക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ലെസോട്ട വാക്സിൻ എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞല്ലോ. ഇത് 2 ബോട്ടിലായിട്ടാണ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുക. ഇത് മിനിമം 100 കോഴികൾക്ക് ലൈവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ്. ഇതിൻ്റെ വില 38 രൂപയാണ് കേട്ടോ. ഇത് മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ വാങ്ങി വരുമ്പോൾ ഒരു ഐസ് ക്യൂബിലിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. കൊണ്ടുവരൽ നിർബന്ധം, അങ്ങനെ കൊണ്ടുവരാൻ പറ്റൂ. ഇതൊരു മിനിമം ടെമ്പറേച്ചറിൽ തന്നെ ഇത് സൂക്ഷിക്കണം. ഇത് ആ ടെമ്പറേച്ചറിൽ നമ്മൾക്ക് വേരിയേഷൻ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഇത് കൊടുക്കുന്നതിൽ ഒരു ഗുണവും ഉണ്ടാവില്ല. പിന്നെ വാക്സിൻ കൊടുക്കുന്ന ടൈം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷമായിട്ട് കൊടുക്കുക. ഇത് പിന്നെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. രണ്ടും മിക്സ് ആക്കിയിട്ട് നല്ലോണം കുലുക്കുക. ഇത് മിക്സ് ആക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ഇട്ടില്ലേ. പിന്നെ ഇത് മിക്സായി കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ ഉള്ളിൽ തന്നെ കൊടുക്കണം. 1 മണിക്കൂറിന് ശേഷം കൊടുത്താൽ അതിൻ്റെ ഒരു കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇനി കോഴിക്കുഞ്ഞുങ്ങളെ സാവധാനം പിടിച്ച് കണ്ണിലോ മൂക്കിലോ ഒരു ഡ്രോപ്പ് മാത്രം, ഒരു തുള്ളി മാത്രം കൊടുക്കുക. അത് നമ്മൾ കണ്ണിലോ മൂക്കിലോ ഇതിലാണ് ഉറ്റിക്കുന്നത് വെച്ചാൽ ഉറ്റിച്ച ശേഷം അത് വായിലേക്ക് വരും. വായിലേക്ക് വന്നിട്ട് വീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അതുവരെ നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തുക. അപ്പോൾ വാക്സിൻ കൊടുത്തു കഴിഞ്ഞ് ഇനി അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വാക്സിനായിട്ട് ഉപയോഗിച്ച ബോട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കടലാസിലാക്കി കുഴിച്ചിടും കേട്ടോ. അത് അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് പിന്നെയും വരാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.